ഗുഡ് മോർണിംഗ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് മെട്രിക് സ്പേസിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടർ സ്പേസ് ആൻഡ് നോർമൽ സ്പേസ്, അതുപയോഗിച്ച് ബനാക് സ്പേസ്, ഇതെല്ലാം എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും. വെക്ടർ സ്പേസ് നിങ്ങൾ മുമ്പും കേട്ട് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കാണും. വെക്ടർ സ്പേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ടുഗദർ വിത്ത് ടു ഓപ്പറേഷൻസ്. Vector space എന്ന് വെച്ചാൽ a non-empty set and there is a operation plus on that set and a scalar multiplication on that set with certain properties. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഈ സെറ്റിലുള്ള ഈ ഓപ്പറേഷൻസും ടുഗദർ ദാറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സർട്ടൻ പ്രോപ്പർട്ടീസ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അഡിഷൻ മസ്റ്റ് ബി അസോസിയേറ്റീവ്. അഡിഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സെറ്റ് മസ്റ്റ് ബി അസോസിയേറ്റീവ്. അപ്പം വി എന്നുള്ളൊരു സെറ്റുണ്ട്, അതിൻ്റെ അകത്ത് ടു എലമെൻറ്റ്സ് എടുത്ത് എ പ്ലസ് ബി എന്നുള്ളൊരു ഓപ്പറേഷനാണ് അഡീഷൻ വരുന്നത്. പ്ലസ് സി എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. ദെൻ വി സേ ദാറ്റ് പ്ലസ് ഈസ് ആൻ അസോസിയേറ്റീവ് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ addition must be commutative. A plus B should be equal to B plus A ആയിരിക്കണം. It is called commutative binary operation. Then after that you can see there must exist a identity element, additive identity element, usually 0. There exists 0 belongs to V such that 0 plus x equal to x plus 0 equal to x for all x belongs to V. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കണം. ദെൻ ദർ ഷുഡ് ബി എ അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഫോർ എനി x belongs to V there exists minus x belongs to V such that x plus minus x will be equal to 0, equal to minus x plus x. The 0 is the additive identity as we mentioned earlier. So simply ഈ 4 പ്രോപ്പർട്ടീസ് ടുഗദർ നമ്മൾ പറയുന്നത് V together with plus should be an abelian group. അങ്ങനൊരു ടേം നിങ്ങൾ മേ ബി മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കാം. ഓക്കെ, നമ്മുടെ മൈനറിൽ തന്നെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര പോർഷൻസ് എടുത്തിട്ടുണ്ട്, ആ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഷുഡ് ബി എ അബീലിയൻ ഗ്രൂപ്പ്, ദാറ്റ്സ് ദ കണ്ടീഷൻ. ഓക്കെ, ദെൻ വിത്ത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സർട്ടൻ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ അസോസിയേറ്റിവിറ്റി പോലെ ആൽഫ ഒരു സ്കെയിലാറാണ്, ബീറ്റ ഈസ് അനദർ സ്കെയിലാർ. സപ്പോസ് alpha is a scalar, beta is another scalar, then alpha into beta into x. ഓക്കെ, ഈ ഡോട്ട് എന്നുള്ളത് ഇടുന്നതിന് പകരം ഞാൻ ജസ്റ്റ് സിംപ്ലി എഴുതുകയാണ്. ഓക്കെ, ആൽഫ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എക്സ് വിത്ത് ബീറ്റ ആൻഡ് ബീറ്റ എക്സ് എന്ന് പറയുന്നത് ഒരു എലിമെൻ്റ് ആയിരിക്കും എയിലുള്ള, അതിനെ ആൽഫ വെച്ച് സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും ബീറ്റ ആൽഫ ബീറ്റ എന്നുള്ള എലിമെൻറ്റ് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും സെയിം ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഓർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ദർ എക്സിസ്റ്റ് 1 belongs to F. സ്കെയിലാർസ് വരുന്നത് ഫീൽഡിൽ നിന്നാണ്. 1 belongs to can see റിയൽ നമ്പേഴ്സ് ഓർ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു സെറ്റിൽ നിന്നാണ് നമ്മൾ ഈ സ്കെയിലാർസ് എടുക്കുന്നത്. അതായത് ആൽഫ ബിലോങ്സ് ടു ഫോർ ഓൾ ആൽഫ ബീറ്റ ബിലോങ്സ് ടു എഫ് എന്ന് എഴുതുന്നത്.
എഫ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ഫീൽഡ്. ഫീൽഡ് ക്യാൻ ബി ഈതർ റിയൽ നമ്പേഴ്സ് ഓർ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ഫീൽഡ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സോ വരും. ജനറലി നമ്മൾ എഫ് എന്ന് എഴുതും. ദെൻ there exists 1 belongs to f such that 1 into അത് ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യും ഫീൽഡ് ആയതുകൊണ്ട് 1 into x should be equal to x ആയിരിക്കും. തേർഡ് പ്രോപ്പർട്ടി ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഷുഡ് ബി ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ. സിമിലർലി ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു should be equal to alpha x plus beta x. Okay, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ we say that this is a v plus dot is a vector field, vector space എന്ന് പറയും. ഇഫ് നമ്മൾ എടുത്തിട്ടുള്ള ഫീൽഡ് സപ്പോസ് f ഈക്വൽ ടു r ആണെങ്കിൽ then this is a vector space over f or over r എന്ന് പറയും. സിമിലർലി ഇഫ് ദ ഫീൽഡ് ഈസ് ഈക്വൽ ടു c ആണെങ്കിൽ വെക്ടർ സ്പേസ് ഓവർ c എന്ന് പറയും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ഫീൽഡ്. അല്ലെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള വെക്ടർ ഫീൽഡിലെ എഫ് ആർ ആണെങ്കിൽ റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു c then it's always can be termed as complex vector space. This is complex vector space. If f equal to r, if f is equal to r, then real vector space. Okay, so if those conditions are satisfied, then such a set together with operations are called a vector space. Okay, നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നോക്കുന്ന സമയത്ത് യു കെൻ സീ Rn സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ്. അതിൽ Rnലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? x1 x2 etc. xn such that xi belongs to R. This is a vector space over set of all real numbers. This is a real vector space. Okay, ഇതിലുള്ള ഓപ്പറേഷൻ എന്തായിരിക്കും? അഡിഷൻ എന്ന് പറയുന്നത് രണ്ട് n ടപ്പിൾസ് തമ്മിൽ ആഡ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ. അതായത് ഇഫ് x is equal to psi1 psi2 etc. psi n ആണ്. y equal to n tuple eta1 etc. eta n ആണെങ്കിൽ x plus y എന്ത് വരും? psi1 plus eta1 etc. psi n plus eta n എന്നുള്ള രീതിയിൽ. This is another n tuple. This is definition of addition in this set. Then alpha into x എന്ത് വരും? Scalar multiplication definition. Alpha into psi1 etc. alpha into psi n എന്നുള്ള രീതിയിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ we can see this Rn with these two operations will form a vector space. അത് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാം. സിമിലർലി സി എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കളക്ഷൻ ഓഫ് ഓൾ n ടപ്പിൾസ് then with the same operation as above, point-wise addition, point-wise multiplication, scalar multiplication വെച്ചിട്ട് this will be an example for complex vector space. Okay. Then നമ്മൾ മുമ്പ് കണ്ടിരുന്ന ഡിഫറെൻറ്റ് സെറ്റുകൾ ഇതെല്ലാം പോലെ സെറ്റുകളും ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. സി എ ബി എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ്
real valued continuous functions on AB. On the interval AB, that is another example for vector space. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിലുള്ള എലിമെൻറ്റ്സ് ഫങ്ഷൻസ് ആണ്. സപ്പോസ് F1 F2 രണ്ട് ഫങ്ഷൻ ആണെങ്കിൽ F1 പ്ലസ് F2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? F1 F2 ഓഫ് T ഈസ് ഈക്വൽ ടു F1 ഓഫ് T പ്ലസ് F2 ഓഫ് T രീതിയിൽ വരുന്ന ഫങ്ഷനാണ് F1 പ്ലസ് F2. ദെൻ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആൽഫ ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് ടി. ഈ രീതിയിൽ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ദിസ് വിൽ ഫോം എ വെക്ടർ സ്പേസ്. അതിൽ 0 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ആയിരിക്കും ഐഡൻറ്റിറ്റി ആയിട്ട് വരിക, അഡിറ്റീവ് ഐഡൻറ്റിറ്റി. 0 ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് വരിക. എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് എഫ് ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ദെൻ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് ടിയും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും. സോ യു ക്യാൻ സീ ഓൾ ദ പ്രോപ്പർട്ടീസ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ദെൻ ദിസ് വിൽ ഫോം എ വെക്ടർ സ്പേസ്. ദെൻ മറ്റൊന്ന് ബി ഓഫ് എ. ബി ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ഫങ്ഷൻസ് ഓൺ എ. ഓൺ എ സെറ്റ് എ. അത് മുമ്പ് നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ പോലെ ഇവിടെയും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സെയിം രൂപത്തിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദിസ് ഓൾസോ വിൽ ഫോം എ വെക്ടർ സ്പേസ്. അനദർ വൺ set of all differentiable functions. On A, this is another example for vector space with the same addition and multiplication defined as earlier. Then L2 എന്ന് പറയുന്ന മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. This is ടു സമ്മബിൾ സീക്വൻസസിൻ്റെ കളക്ഷനാണ്. അതായത് ഇതിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സീക്വൻസസ് ആണ്. L2 എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ്. ഇതിലുള്ള എലമെൻറ്റ്സ് psi1 psi2 എക്സെട്ര ഇൻഫിനിറ്റി വരെ പോകും. അതായത് ഫൈനൈറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എക്സെട്ര psi സച്ച് ദാറ്റ് ഇതിൽ psi1 square plus psi2 square plus etc. whole raised to 1/2 is less than or equal to k for some k. അതായത് ബൗണ്ടഡ് ആയിരിക്കണം, ആ നമ്പർ ബൗണ്ടഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ്, അതായത് ടു സമ്മബിൾ സീക്വൻസസ് എന്ന് പറയുന്നത്. ദെൻ ദാറ്റ് വിൽ ഫോം എ വെക്ടർ സ്പേസ്. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് എന്താണെന്നുള്ളത് മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ്. എൽ പി നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇതാണ് എൽ പി. എൽ പി ഈസ് പി സമ്മബിൾ sequences, collection of all p summable sequences. Then it's another example for vector space. Then subspace എന്നുള്ളത് എന്താണ്? V എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് വിത്ത് അഡിഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. സപ്പോസ് W is a subset of V, then we say that W is a subspace of V. If W with the same addition and multiplication is a vector space. If W with addition and multiplication is a vector space, then
W is a subspace of V എന്ന് പറയും. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് കേസസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബേസിക് ഡെഫിനിഷൻ ഈസ് ദിസ് വൺ. ഓക്കെ, ദെൻ തൽക്കാലം വെക്ടർ സ്പേസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫ്യൂ എക്സാമ്പിൾസും വാട്ട് ഈസ് മീൻ ബൈ സബ് സ്പേസ് എന്നുള്ളതും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ.